പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പ് മുറിച്ചു മാറ്റിയ ഒരു മരം നിങ്ങളുടെ കോമ്പൗണ്ടിൽ ഉണ്ട് എന്ന് ചിന്തിക്കുക. വെട്ടിമാറ്റിയതിന് ശേഷം 5-6 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മരം ഒരു ശല്യമായി നിന്നതുകൊണ്ടായിരിക്കാം നിങ്ങളതിനെ മനഃപൂർവ്വമായി മുറിച്ചു മാറ്റിയത്. അല്ലെങ്കിൽ ഭവനത്തിലെ ഫർണിച്ചറുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ തടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ മരം പൈസ വാങ്ങിക്കൊണ്ട് വിറ്റിട്ടുണ്ടാകാം. ഏതോ ആയിക്കോട്ടെ, മരം മുറിച്ചിട്ട് ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ശക്തമായിട്ടുള്ള മഴക്കാലവും കടന്നുപോയി. ഇന്ന് നിങ്ങൾ പ്രഭാതത്തിൽ ആ മരം നിന്നിരുന്ന സ്ഥാനത്തുകൂടെ ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് തയ്യാറായാൽ ആ മരം മുറിച്ചു മാറ്റിയ കുറ്റിയിൽ നിന്ന് ചില മുളകൾ വന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് അത് സംഭവിച്ചു? വളരെ സിമ്പിളായിട്ട് ഇപ്രകാരം പറയട്ടെ. നിങ്ങൾ ആ മരം മാത്രമാണ് മുറിച്ചു മാറ്റിയത്, ആ തടി മാത്രമാണ് മുറിച്ചു മാറ്റിയത്. എന്നാൽ ആ തടി ശക്തമായിട്ട് പുറത്ത് നിങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആഴങ്ങളിൽ ശക്തമായിട്ടുള്ള വേരുകളുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് പെയ്ത മഴയിൽ ആ വേരുകളിൽ നനവുണ്ടായി. ആ നനവ് ഈ കുറ്റിയിലേക്ക് ജീവനായി വ്യാപരിക്കുകയും ആ ജീവൻ പുതിയ തളിരുകളായി ആ മരത്തിൻ്റെ കുറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതോ ചില സ്ഥാനങ്ങളിൽ നിന്ന്, ഏതോ ചില സ്ഥലങ്ങളിൽ നിന്ന് എവിടെയൊക്കെയോ നിങ്ങൾ വെട്ടപ്പെട്ടവരാണ്. എവിടെയൊക്കെയോ നിങ്ങൾ മറ്റുള്ളവരാൽ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയോ നിങ്ങളെ വെട്ടി പലരും മാറ്റിയിട്ടുണ്ട്. ചിലരുടെ ഹൃദയങ്ങളിൽ നിന്ന് പോലും നിങ്ങളെ വെട്ടി മാറ്റിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇന്നും മുറിവുകളായി അവശേഷിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു, ഇനി ആ സ്വപ്നം നടക്കുവാനായിട്ട് പോകുന്നില്ല. ദൈവം കാണിച്ച സ്വപ്നമെന്നൊക്കെ ചിന്തിച്ച കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങൾ നടക്കാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും കൈവിടരുത്. നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന ആ ദൈവത്തിൽ പിന്നെയും പ്രത്യാശിക്കുക, പിന്നെയും ആ ദൈവത്തിനായി കാത്തിരിക്കുക. ഒരു മഴക്കാലം നിങ്ങളുടെ മുകളിലേക്ക് അയക്കുവാൻ വെറും കുറ്റിയായി മാത്രം അവശേഷിച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മുൻമഴയെ അയച്ച് ഒരിക്കൽ കൂടെ നിങ്ങളെ നനപ്പിച്ച് പുതിയ തളിരുകളായി നിങ്ങളുടെ പ്രതീക്ഷകൾ പുറത്തേക്ക് വരുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചെയ്യുവാൻ എൻ്റെ ദൈവം സർവശക്തൻ തന്നെയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനമെന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് പകലിലും അത്ഭുതകരമായി അനുഗ്രഹമായി വഴി നടത്തുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വൃക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു മരമായിട്ട് ഉപമിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം തന്നെ ശ്രദ്ധിക്കുക. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതുമായിട്ടുള്ള വൃക്ഷം പോലെ ഇരിക്കും, മരം പോലെ ഇരിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ആരാണ് ആ മനുഷ്യൻ, അല്ലെങ്കിൽ ആരാണ് ആ മരം? 1-ാമത്തെ വചനം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിനോട് ലയിച്ചു ചേർന്നിരിക്കുന്നത് പോലെ, എപ്പോഴും ആ വെള്ളത്തിനായി കാംക്ഷിച്ചുകൊണ്ട് ആ മണ്ണിൽ ഉറച്ചിരിക്കുന്നത് പോലെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വൃക്ഷം പോലെയാണ്. എവിടെയുള്ള വൃക്ഷം പോലെയാണ്? വെറുതെ ഒരു മരുഭൂമിയിലെ ഒരു വൃക്ഷം പോലെയല്ല, മരുഭൂമിയിലെ ഒരു ചെടി പോലെയല്ല, ഒരു കുറ്റിച്ചെടി പോലെയല്ല. പിന്നെയോ അവനെ ദൈവം നട്ടിരിക്കുകയാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, ആറ്റരികത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ള, ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് ആ മഴയുടെ ഗുണം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് ജലസ്രോതസ്സുകൾക്കാണ് എന്നുള്ളതുപോലെ ആ ആറ്റരികത്ത് എപ്പോഴും ജലസ്രോതസ്സ് ലഭ്യമാകാവുന്ന ആ ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. ആരാണ് ആ മനുഷ്യനെ നട്ടിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എൻ്റെ പിതാവ് എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് സർവശക്തനായിട്ടുള്ള ദൈവത്തെയാണ്. അപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും, ദൈവം
നമ്മെ നട്ടിരിക്കുകയാണ്. എവിടെയാണ് നട്ടിരിക്കുന്നത്? ആറ്റരികത്താണ് എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും വെള്ളം വചനത്തിൽ സൂചിപ്പിക്കുന്നത് തിരുവചനത്തെയാണ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പറയാപ്പോൾ തോട്ടക്കാരനായ ദൈവം ദൈവഭക്തിയോടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ആറ്റരികത്ത്, അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ സ്രോതസ്സുള്ളിടത്ത്, ഈ വചനത്തിലെ വെളിപ്പാടുകൾ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നിടത്ത്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭ്യമാകുന്ന ഒരു സ്ഥാനത്ത് ദൈവം കൊണ്ട് നമ്മളെ നട്ടിരിക്കുകയാണ്. അവിടെ നാം കാണുന്നത് ഇപ്രകാരം മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. ദൈവത്താൽ നടപ്പെട്ട ഒരു മരമാണ് നാം ഓരോരുത്തരും. ഇനി ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇയ്യോബ് 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. 9 കൂടെ ചേർത്ത് വായിക്കട്ടെ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളുർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഇന്ന് പകലിൽ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. എവിടെയോ ഒരു പക്ഷേ താങ്കൾ വെട്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഞാൻ പ്രാരംഭത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പലരാലും നാം വെട്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ നാം ആയിരിക്കണമെന്ന് നാം ആഗ്രഹിക്കും, എങ്കിലും പല സ്ഥലങ്ങളിലും നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല. പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. നമ്മുടെ സാന്നിധ്യം പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നാം ചില സ്ഥലങ്ങളിൽ നിന്ന് വെട്ടിമാറ്റപ്പെടും. അത് സ്വാഭാവികമായി മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് പകലിൽ ദൈവമക്കൾ വിശ്വസിക്കുക, എവിടെയാണോ നാം വെട്ടപ്പെട്ടത്, എവിടെയാണോ ഒരു കുറ്റി മാത്രമായി നാം അവശേഷിക്കുന്നത്, അവിടെ പ്രതീക്ഷയോടെ ആയിരുന്നാൽ, എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്കകത്തൊരു കാത്തിരിപ്പുണ്ട്, ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ, ആ ശോധനയുടെ സമയത്ത്, ആ ട്രയലിൽ, ആ ടെസ്റ്റിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ ഉറച്ചു നിൽക്കുവാനായിട്ട് തയ്യാറായാൽ ഈ ആറിലേക്ക് വെള്ളം വരുന്ന ഒരു സമയമുണ്ട്. ഈ ആറ് വെള്ളത്താൽ നിറയപ്പെടുന്ന ഒരു സമയമുണ്ട്. വെള്ളത്താൽ ഈ ആറ് നിറയപ്പെടുമ്പോൾ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന വചനത്തിൻ്റെ വെളിപ്പാടുകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ആ നിമിഷം, ഒറ്റ സ്പാർക്കിൽ, ഒറ്റ മഴയിൽ, ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഒരു മരം പൊട്ടിക്കിളിർക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് തളിരുകൾ പുറത്തേക്ക് വരുമെന്നുള്ളതുപോലെ നമ്മളിൽ അവശേഷിക്കുന്ന ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഫലമായി പുറത്തേക്ക് വരും. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറ്റപ്പെടും. നമ്മുടെ ഉള്ളിലുള്ള ഫലം കാണുമ്പോൾ, നമ്മളിലൂടെ പുറത്തേക്ക് വരുന്ന ഫലം കാണുമ്പോൾ, അതുവരെ അംഗീകരിക്കാത്ത പലർക്കും അംഗീകരിച്ച് മതിയാകൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് പോവുകയാണ്. അതിൻ്റെ 2-ാമത്തെ ഭാഗം 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ഭാഗത്തിൽ നാം കണ്ടത് ചില സ്ഥലങ്ങളിൽ നിന്ന് നാം വെട്ടിമാറ്റപ്പെടുകയാണ്. എന്നാൽ 2-ാമത്തെ ഭാഗത്ത് നാം കാണുന്നത് ആ മരം കുറേ കാലം ജീവിച്ചതിന് ശേഷം, കുറേ കാലം ശക്തമായി നിലനിന്നതിന് ശേഷം അതിതാ പതിയെ പതിയെ അഴുകി തുടങ്ങുകയാണ്. അതിൻ്റെ ജീവകാലം അവസാനിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ അത് പതിയെ പതിയെ അഴുകി തുടങ്ങുകയാണ്. എന്നാലും ആ മരം ചത്തുപോയി, അല്ലെങ്കിൽ ആ മരത്തിലെ ജീവൻ വിട്ടുമാറി എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇതിൽ ഏത് സാഹചര്യമാണെങ്കിലും ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന് വളരെ പ്രതീക്ഷയുണ്ട്, വളരെ പ്രത്യാശയുണ്ട്. അവന് ഒരിക്കലും അവസാനമില്ല. അതിൻ്റെ 1-ാമത്തെ ഭാഗത്ത് നാം കേട്ടതുപോലെ മരത്തെ വെട്ടിക്കളയുന്ന സാഹചര്യമാണെങ്കിൽ ആ മരം ഒരിക്കലും ഭയപ്പെടേണ്ട. യോസേഫ് എന്നുള്ള ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാട്ടെ. അവൻ്റെ സ്വന്തം സഹോദരങ്ങൾ അവനോടുള്ള അസൂയ കാരണം അവനെ വെട്ടിമാറ്റി. അവൻ്റെ ഭവനത്തിൽ നിന്ന് അവനെ വെട്ടിമാറ്റി. അവൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവനെ വെട്ടിമാറ്റി. ആ ദേശത്തു നിന്ന് തന്നെ അവനെ വെട്ടിമാറ്റി. അവൻ്റെ മിസ്രൈമിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. വേഗത്തിൽ ആ കഥയുടെ, അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ ഏറ്റവും കൺക്ലൂഷനായിട്ടുള്ള പോയിന്റിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഇപ്രകാരം പറയുവാനായിട്ട് കഴിയും. ഏത് സഹോദരങ്ങളാണോ തന്നെ വെട്ടിമാറ്റിയത്, അതേ സഹോദരന്മാർ യോസേഫിൽ നിന്ന് കാഴ്ച ഫലവും തേടി മിസ്രൈം വരെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയാണ്. നിങ്ങളുടെ ഫലം
നിങ്ങൾ പിന്നത്തേതിൽ കായ്ക്കുന്ന ഫലം. ഈ വെള്ളം തട്ടിയതിന് ശേഷം പ്രതീക്ഷയുടെ കാത്തിരിപ്പിനൊടുവിൽ നിങ്ങളിൽ ദൈവം നൽകുന്ന ചില ഫലങ്ങൾ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. നിങ്ങളുടെ അടുക്കലേക്ക് പിന്നെയും കടന്നു വരത്തക്ക വിധത്തിൽ ആരാണോ നിങ്ങളെ വെട്ടിമാറ്റിയത് അവർ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നേ അവർക്ക് പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഈ ലോകത്തിൽ തല കുനിയപ്പെടേണ്ടതായിട്ട് വന്നാലും നമ്മുടെ തലയെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് ദാവീദ് പറയുന്നത്. ശത്രുക്കളുടെ മധ്യത്തിൽ മേശയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, അതൊന്ന് വിശ്വസിക്കുവാനായിട്ട് തയ്യാറായാൽ നിങ്ങളുടെ പ്രതീക്ഷകളെ നിങ്ങൾ വിട്ടുകളയരുത്. ആരോ തള്ളിമാറ്റി, ആരോ വെട്ടിമാറ്റി എന്ന് ഭാരപ്പെട്ടിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്. ഈ ദൈവത്തിനായി കാത്തിരിക്കുക. രണ്ടാമത്തെ ഭാഗത്ത് യോബ് ഭക്തൻ പറയുകയാണ്, ഇനി മരം അഴുകി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ആ രണ്ടാമത്തെ ഭാഗവുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്രകാരം പറയട്ടെ, മനുഷ്യരായി നാം ഈ ഭൂമിയിൽ ടെമ്പററി ആയിട്ട് മാത്രം പാർക്കുകയാണ്. ഒരു ദിവസം ഈ മണ്ണാകുന്ന ഈ ശരീരം മണ്ണിനോട് അഴുകിച്ചേരും, ചേർന്നേ മതിയാവുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു അതിനു മുമ്പ് കടന്നു വന്നില്ല എങ്കിൽ നമ്മുടെ ശരീരം അതിനോടകം ഈ മണ്ണിനോട് ചേർക്കപ്പെടും. ഓർക്കുക, നമ്മുടെ ശരീരം മാത്രമാണ് മണ്ണിനോട് ചേർക്കപ്പെടുന്നത്. നമ്മുടെ ആത്മാവ് നാം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ആത്മാവിന് മരണമില്ല. കാരണം എന്താണ്? വേദപുസ്തകം നാം പഠിക്കുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വചനങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിച്ചോ, എപ്പോഴും എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ഒരു ജീവിതം ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. എപ്പോഴാണത് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം ഒന്നുകിൽ ഈ മണ്ണിനോട് ചേർക്കപ്പെടും, അല്ലെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു ഇതാ വേഗത്തിൽ മേഘാരൂഢനായി കടന്നു വരുവാനായിട്ട് പോവുകയാണ്. കാഹളനാദത്തിൻ്റെ ശബ്ദത്തോടുകൂടെ തൻ്റെ ഭക്തന്മാരെ, തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ, വിശുദ്ധ സഭയെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നു. അതിനോടകം നാം മണ്ണിനോട് ചേർക്കപ്പെട്ടു പോയി എങ്കിൽ അവിടെ നിന്ന് നാം ഉയർക്കപ്പെടും. നാം അന്ന് ജീവനോടെ ശേഷിക്കുകയാണെങ്കിൽ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് നാം എടുക്കപ്പെടും. കർത്താവിനോട് കൂടെ നാം എടുക്കപ്പെടും. അതിനുശേഷം അനന്തമായ നിത്യജീവൻ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. മരണമില്ലാത്ത ഒരു പുതിയ ജീവിതം, മരണമില്ലാത്ത ഒരു പുതിയ ലൈഫിലേക്ക് നാം പ്രവേശിക്കപ്പെടും. അതുകൊണ്ട് എന്തിനു നാം ഭാരപ്പെടണം? വേദപുസ്തകം നാം പഠിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 23:18 ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇപ്രകാരം പറയാം, നിങ്ങൾ തകർന്നു പോവുകയില്ല. നിങ്ങൾ തകർന്നു പോകുവാൻ അനുവദിച്ചില്ല എങ്കിൽ നിങ്ങൾ തകർന്നു പോവുകയില്ല. ഈ പ്രത്യാശയിൽ, ഈ പ്രതീക്ഷയിൽ തന്നെ തുടരുക. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളെ നട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, കർത്താവിൽ പ്രതീക്ഷയോടുകൂടെ തന്നെ ആയിരിക്കുക. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ യേശുവിനെ ഇഷ്ടപ്പെടാതെ പലരും 33.5 വയസ്സിൽ യേശുവിനെ വെട്ടിമാറ്റുവാനായിട്ട് ശ്രമിച്ചു. യേശുവിനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പറിച്ചു കളയുവാനായിട്ട് ശ്രമിച്ചു. യേശു നന്മ ചെയ്യുവാൻ വേണ്ടി മാത്രമേ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എങ്കിലും അവനിൽ ഒരു നന്മയും കാണാതെ അവനിൽ തിന്മ മാത്രം കണ്ടുപിടിച്ച് നിഗൂഢമായി ചിന്തിച്ച ചില മനുഷ്യർ, ചില ഗവൺമെൻറ് അധികാരികളുടെ സാന്നിധ്യത്തോടെ, മതപുരോഹിതന്മാരുടെ സാന്നിധ്യത്തോടെ, അവരുടെ ഗൂഢാലോചനയുടെ ഫലമായി യേശുവിനെ ഇവിടെ നിന്ന് വെട്ടിമാറ്റുവാനായിട്ട് ശ്രമിച്ചു. അവനെ കാൽവരി ക്രൂശിൽ 3 ആണികളിന്മേൽ തൂക്കി. ചില മണിക്കൂറുകൾക്ക് ശേഷം യേശു തൻ്റെ ജീവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് തൻ്റെ കണ്ണുകൾ അടഞ്ഞു. യേശുവിൻ്റെ മൃതശരീരത്തെ അടക്കിയതിന് ശേഷം റോമൻ മുദ്രയും പതിപ്പിച്ച കല്ല് അതിന് മുമ്പിലേക്ക് ഉരുട്ടിവെച്ചു. എല്ലാം തീർന്നു എന്ന് കരുതിയിരുന്ന ലോകത്തിന് മുമ്പിൽ 3-ാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് റോമൻ പടയാളികളുടെ സാന്നിധ്യത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശുവിന് ഒരു ഉയർപ്പുണ്ടായിരുന്നു എന്നുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉയർപ്പ് ദൈവം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വചനത്തിൽ തന്നെ അടിസ്ഥാനമിട്ടിരിക്കുക, പരിശുദ്ധാത്മാവുമായി സംഭാഷണത്തിൽ എപ്പോഴും ഏർപ്പെടുക, പിതാവിൻ്റെ സ്നേഹത്തോട് തന്നെ പറ്റിച്ചേർന്നിരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.